ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് കേവലം മുടിമുറിച്ച് കളയലല്ല എങ്കിലും എന്റെ സന്തോഷങ്ങളുടെ ഒരു ഭാഗം ഇതാണ്. എന്താന്നറിയില്ല, ഒരു പ്രത്യേകതര ആശ്വാസം കിട്ടാറുണ്ട്. കട്ട് ചെയ്താ പിന്നെ മത്സരിച്ച് പരിചരിച്ച് ലെങ്ത് കൂട്ടാൻ നോക്കും. എന്തിനാ? കട്ട് ചെയ്യാൻ. നാറാണത്ത് പ്രാന്തനെ പോലെ. ഇവരെ കാണാൻ പോകാനുള്ള ഒരുക്കൊന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മളെല്ലാം കൂടി കൂട്ടത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. വാ ഒരു ചായ കുടിക്കാൻ പോവാന്ന് പറയുന്നതിലുള്ള റിലാക്സേഷനും ആ ഒരു ടൈം നമുക്ക് തരുന്ന മനസുഖവും ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇവരുടെ കൂടെയാണ്. മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ കൊളീഗ്സ് ഇങ്ങനെ കട്ട ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട്? ഏത് ജോലിയിലും ഉണ്ടാകുന്ന വർക്ക് പ്രഷർ മാനേജ് ചെയ്യാൻ ഇങ്ങനെ ചില കൂട്ടുകെട്ടുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? പരസ്പരം ആ ടെൻഷൻ ഷെയർ ചെയ്യുമ്പോ ഓ എനിക്ക് മാത്രമല്ല അവൾക്കും ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊരു സമാധാനം. ചായ കുടിക്കാൻ എന്നുള്ള പേരില് ആ ടെൻഷനൊക്കെ തലേന്ന് നിന്ന് ഇറക്കി വെക്കാനും കുറച്ച് ഗോസിപ്പ് ഷെയറിങ്ങിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ കിലോമീറ്ററുകളോളം പോവാറുണ്ട്. ചായയിൽ നിന്ന് ഞാൻ അവരെ കാപ്പിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇപ്പൊ പോയത് ഷോപ്പിങ്ങിനാണെങ്കിലും പഴയ തമാശകളും പുതിയ വിശേഷങ്ങളുമായിട്ട് ഒരു ഒത്തുകൂടലായിരുന്നു. വർത്താനം പറഞ്ഞ് മതിയാവാതെ ചായയെന്നും കാപ്പിയെന്നും അപ്ഗ്രേഡായി ഐസ്ക്രീമിലേക്കും മസാല ദോശയിലേക്കും വരെ എത്തി. ബാക്കി വർത്താനം കല്യാണ സദ്യ കഴിക്കുമ്പോ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാലോ എന്നൊരാശ്വാസം. അങ്ങനെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇവരെനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്.